ചുരുങ്ങിയ സമയം കൊണ്ട് കോടി ക്ലബിൽ ഇടം നേടിയ വാഴ 2 സിനിമ കാണാൻ വേണ്ടി കറുകച്ചാൽ അഞ്ചാനി സിനിമാസിലേക്കാണ് പോയത്. ഞാനും മോളും മാത്രമായിട്ടാണ് പോയത്. കഴിഞ്ഞ ദിവസം വൈഫും കൂട്ടുകാരികളും എല്ലാവരും പോയി കണ്ടായിരുന്നു. അപ്പം സിനിമ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും പൊതുവെ പറഞ്ഞുകൊണ്ടാണ് ഞാനും മോളും കൂടെ സിനിമയ്ക്ക് പോയത്. 1:15 ഷോയാണ്. ഞങ്ങൾ 12 മണി ആയപ്പോഴത്തേന് തിയേറ്ററിലെത്തി. ആ സമയത്തൊരു ഷോ നടക്കുകയായിരുന്നു. അതുകൊണ്ട് പരിസരത്തെങ്ങും അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. 2 ടിക്കറ്റ് എടുത്തു. 360 രൂപ മുടക്കി. അപ്പോൾ അത് ഒരു നഷ്ടവുമില്ലെന്ന് സിനിമ പൂർണ്ണമായി കണ്ടപ്പം മനസ്സിലായി. കാരണം ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ സിനിമ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് ഞാനും മോളും കൂടെ കറുകച്ചാൽ ടൗണിലൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അഞ്ചാനി സിനിമാസിലെത്തുന്നത്. ഇപ്പം തിയേറ്ററും പരിസരവും എല്ലാം മൊത്തം കണ്ടു. 2 സ്ക്രീനിലാണ് ഇവിടെ സിനിമാ പ്രദർശനം നടക്കുന്നത്. അപ്പോൾ ഒന്നിലാണ് ഞങ്ങളുടെ വാഴ 2. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോയത് കറുകച്ചാൽ ടൗണിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ SM ഫാഷൻ എന്ന് പറഞ്ഞൊരു കടയാണ്. അപ്പം മോൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് അവിടെ പോയത്. നമ്മുടെ സുഹൃത്താണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഓഫറുകളാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പണുണ്ട്. മലേഷ്യൻ ട്രിപ്പ്, ബോട്ടിങ് അടക്കം എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ തുണിത്തരങ്ങൾക്കൊക്കെ ഏറ്റവും വില കുറഞ്ഞ SM ഫാഷനിലാണ്. 2 മുണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ 500 രൂപയൊക്കെ ഉള്ളൂ. അതുപോലെ ഷർട്ടുകളും അതുപോലെ നൈറ്റുകളും എല്ലാം കുറഞ്ഞ വിലയിൽ. സാധാരണക്കാരന് 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിലെ പേർക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പം ഞങ്ങൾ 2 കൂപ്പൺ അതിൻ്റെ അകത്ത് ഇട്ടു. കൊച്ചിൻ്റെ പേരൊക്കെ എഴുതിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴാണെങ്കിൽ മലേഷ്യക്ക് പോകേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ്. അതിനുശേഷം ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് എത്തി. അപ്പോൾ സിനിമ തുടങ്ങാറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും SMയിൽ ചെന്നാലും മതി, പുതുപ്പള്ളി ടുഡേ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഒരുപാട് ഓഫറുകൾ തരും. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. അതുപോലെ നിങ്ങൾക്ക് അവിടെ ഒരു 2-3 വേക്കൻസി ഉണ്ട്. അവിടെ ബില്ലിംഗ് സ്റ്റാഫിൻ്റെ 3 ഒഴിവുകളുണ്ട്. അത് ആർക്കെങ്കിലും ലേഡീസിനാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ SMയിൽ ചെന്നാൽ മതി. അപ്പം തിയേറ്റർ എന്ന് പറഞ്ഞാൽ അടിപൊളി തിയേറ്റർ തന്നെയാണ് അഞ്ചാനി സിനിമാസ്. അപ്പം ഞാൻ പള്ളിക്കത്തോടും ഒക്കെ പോയി കണ്ടിട്ടുണ്ട് അഞ്ചാനി സിനിമാസിൽ. അവിടെയും പള്ളിക്കത്തോടും സിനിമ കാണാൻ പോകും രാത്രിയിലൊക്കെ. അപ്പോൾ രാത്രി നേരെ പള്ളിക്കത്തോടിന് വിടും. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലാണ് സീറ്റ് വന്നിരിക്കുന്നത്, 20-21. ഏതായാലും അഞ്ചാനി ഒരുപാട് ആൾക്കാരെല്ലാം പോയി കണ്ടിട്ട് കാണും. എങ്കിലും നമ്മൾ സിനിമ കാണാൻ പറ്റിയ ഒരു നല്ല അടിപൊളി തിയേറ്റർ തന്നെയാണ് അഞ്ചാനി സിനിമാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം, നമുക്ക് സൗണ്ട് സിസ്റ്റവും എല്ലാം നല്ല പോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സിനിമയെ പറ്റിയുള്ള കഥയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് സിനിമ തുടങ്ങുന്ന കാഴ്ചയും കൂടെ ഒന്ന് കാണാം. നിങ്ങളുടെ സ്പെഷ്യൽ മൊമെന്റ് സിനിമ സ്ക്രീനിൽ ആഘോഷിക്കും. ഈ സിനിമ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കോടികൾ വാരിക്കൂട്ടിയത്. ഈ സിനിമ സാധാരണക്കാരെ എല്ലാവരും പോയി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് നല്ല വശങ്ങളുണ്ട്.
കൗമാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ സൗഹൃദത്തിൻ്റെ വില എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ പ്രണയമുണ്ട്. അതുപോലെ പേരൻറ്റിംഗ് ഉണ്ട്. അതുപോലെ അധ്യാപനം എന്നുള്ള ഒരു കാര്യം മികച്ച രീതിയിൽ ഇതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ അന്ധവിശ്വാസ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി. അതും നല്ലപോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ സീനൊക്കെ നമ്മളെ ഒന്ന് ചെറുതായിട്ട് കരയിപ്പിക്കുന്ന സീനാണ് ഇതൊക്കെ. ഇതാ അതിനെന്താ ഞാനല്ലാതെ പിന്നെ ആര് ഈ സീനൊക്കെ വന്നപ്പം മിക്കവരുടെയും കണ്ണ് തുടയ്ക്കുന്നത് നമുക്ക് തിയേറ്ററിലിരുന്നാൽ കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ല മനോഹരമായ രംഗങ്ങളാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് നമ്മുടെ കുട്ടികളെല്ലാം പോകുന്നതിനെ പറ്റിയുള്ള വിശദമായ ഒരു സീൻ തന്നെ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഏകദേശം 2.25 മണിക്കൂറോളം നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് വിപിൻ ദാസ്, ഹാരിസ്, സഹുവാര, അതുപോലെ PB അനീഷ്, ആദിഷ് നാരായണൻ എന്നിവർ ചേർന്നാണ്. അതുപോലെ ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് സബിനാണ്. നല്ല മികച്ച രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പുതുമുഖ താരങ്ങളൊക്കെയാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ലോക എന്ന സിനിമ കോടികൾ വാരിക്കൂട്ടിയതും തുടരും അതൊക്കെ സൂപ്പർ താരങ്ങളുടെ പരിവേഷങ്ങളുള്ള ചിത്രങ്ങളാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ കോടികൾ വാരിക്കൂട്ടിയ ഒരു സിനിമയാണ്. അതുപോലെ താരങ്ങളെല്ലാം മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഹാഷിറെ, അലൻ പിന്നെ, സിറാജ്, അജിൻ ജോയിയെ, വിനായക്, അതുപോലെ വിജയ് ബാബു, അതുപോലെ അജു വർഗീസ്, ബിജുക്കുട്ടനെ, അതുപോലെ പോലീസ് ഓഫീസറായിട്ട് വരുന്ന അൽഫോൺസ് പുത്രനെ, അതുപോലെ സുധീഷ്, എല്ലാവരും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ ആയിട്ട് വേണം ഈ സിനിമ കാണാൻ പോകാൻ വേണ്ടി. കാരണം നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും എല്ലാം തീർച്ചയായിട്ടും ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു ചിത്രമാണ് ഇത്. ഒരുപാട് സന്ദേശങ്ങൾ ഈ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ അവസാന നിമിഷം നമ്മളെ ഒരു നിമിഷമെങ്കിലും കണ്ണൊന്ന് നനയിക്കും. അത്രയുള്ള രംഗങ്ങളൊക്കെയാണ്.